ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് നമ്പേഴ്സ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽസ് ഒക്കെ ഉള്ള ട്രിക്സ് ആണ്. നമ്പേഴ്സ് ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പോണൻഷ്യൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അതായത് നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്പർ തരും, അതിനൊരു പവർ ഉണ്ടാവും. എന്നിട്ട് ഇപ്പോൾ 25 raised to 2, 25 raised to 35, അല്ലെങ്കിൽ 100 raised to 780, അങ്ങനെയൊക്കെ ഒരു നമ്പർ അതിനൊരു വലിയൊരു പവർ തന്നിട്ട് അതിന്റെ യൂണിറ്റ് പ്ലേസ്, അതായത് വൺസ് പ്ലേസിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ്, ആ ഡിജിറ്റ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് എക്സ്പോണൻഷ്യൽ എന്താന്ന് നോക്കാം. എക്സ്പോണൻഷ്യൽസ് പറയുമ്പോൾ നമ്മൾ പവർ ആയിട്ട് എഴുതുമല്ലോ, അതിനെയാണ് എക്സ്പോണൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, a raised to n അങ്ങനെയൊക്കെ എഴുതുമല്ലോ, അപ്പൊ അതാണ് എക്സ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ്പോണൻസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. a raised to m into a raised to n നെ നമുക്ക് a raised to m plus n എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ a raised to m by a raised to n എന്ന് പറയുന്നത് a raised to m minus n ആണ്. അതേപോലെ a raised to minus m എന്ന് പറയുന്നത് 1 raised to a raised to m ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2 cube into 2 square എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് 2 raised to 5 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ 2 cube by 2 square നമുക്ക് 2 raised to 3 minus 2, 2 raised to 1. ഓക്കെ, അതേപോലെ 2 raised to minus 8 ആണെങ്കിൽ നമുക്ക് 1 by 2 raised to 8 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ അതാണ് നമ്മളിവിടെ 3 പോയിന്റ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ്, a raised to m whole raised to n നമുക്ക് a raised to mn എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് 2 square whole raised to 8 ആണെങ്കിൽ നമുക്ക് 2 raised to 16, അതായത് 2 into 8 എന്ന് വരും. ഓക്കെ, അതേപോലെ വേറെ നോക്കേണ്ടത് a raised to m whole raised to n എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു a raised to m raised to n. ഓക്കെ, അതായത് ഇപ്പോൾ 2 square whole cube എന്താണ് 2 raised to 6 ആണ്. എന്നാൽ 2 square 2 cube എന്ന് പറയുന്നത് 2 raised to 8 ഈക്വൽ. അതുകൊണ്ട് 2 square whole cube നോട്ട് ഈക്വൽ ടു 2 raised to 2 cube. ഓക്കെ, ഇങ്ങനെ കുറച്ചാണ് എക്സ്പോണൻസിൻ്റെ ഉള്ളത്. ഇനി ലാസ്റ്റ് ഡിജിറ്റ്, അതായത് ഒരു നമ്പർ തരും നമുക്ക്, ആ നമ്പറിന് ഒരു വലിയൊരു പവർ ഉണ്ടാവും. എന്നിട്ട് ഇതിന്റെ യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നോക്കുന്നത്. സോ ഇപ്പോ 11 എത്ര വലിയ പവർ ആയിക്കോട്ടെ, 200 211 raised to 218 അങ്ങനെ എന്തോ ആയിക്കോട്ടെ, ലാസ്റ്റ് 1 തന്നെ ആയിരിക്കും. ഓക്കെ, 1 തന്നെ ആയിരിക്കും. അതായത് 1ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് എത്ര വലിയ പവറും ആയിക്കോട്ടെ, അത് 1 തന്നെ ആയിരിക്കും അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് വരിക. യൂണിറ്റ് പ്ലേസ് 1 തന്നെ ആയിരിക്കും. ഓക്കെ, അതായത് 11 raised to 2024, 21 raised to 45. അപ്പൊ ഈ 1ലാണ് ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ ആ നമ്പറിന്റെ ആൻസർ
ആൻസറിന്റെ യൂണിറ്റ് പ്ലേസിൽ 1 തന്നെ ആയിരിക്കും. അതേപോലെ തന്നെയാണ് 6നും. അതേപോലെ തന്നെയാണ് 6നും. 6ൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസ് 6 തന്നെ ആയിരിക്കും. 36 raised to 78, 796 raised to 1027, അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അതിന്റെ ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിൽ വരിക 6 തന്നെ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് 5നും. 5 തന്നെ ആയിരിക്കും യൂണിറ്റ് പ്ലേസിൽ വരിക. 25 raised to 99 ആയിക്കോട്ടെ, 55 raised to 7003 ആയിക്കോട്ടെ. സോ എന്ത് നമ്പറും ആയിക്കോട്ടെ, 5ലാണ് അവസാനിക്കണമെങ്കിൽ അതിന്റെ യൂണിറ്റ് പ്ലേസിൽ ഉണ്ടാവുക, യൂണിറ്റ് പ്ലേസ്, അതിന്റെ ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 തന്നെ ആയിരിക്കും. അങ്ങനെ 1നും 6നും 5നും അതേ നമ്പർ തന്നെ ആയിരിക്കും. അതിന്റെ പവർ ഏതെടുത്താലും അതെ, നമ്മൾ 11ന്റെ ടേബിൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, 11ന്റെ ടേബിൾ അല്ല, 11 തന്നെ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. 11ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണ് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് 6ന്റെ എടുത്തു നോക്കിയാലും 6 സ്ക്വയർ 36 തന്നെ ആയിരിക്കും. ഏതിന്റെ എത്ര വലിയ പവർ എടുത്താലും ആ 6 തന്നെ ആയിരിക്കും ലാസ്റ്റ് വരിക. 6 ക്യൂബ് ആണെങ്കിലും അപ്പൊ ഏതൊരു പവർ എടുത്താലും അത് തന്നെ ആയിരിക്കും അതിന്റെ വരിക. അപ്പൊ അത് 5 into 5 എന്ന് വെച്ചാൽ 125 ആയിരിക്കും. ഒരു into 5 എടുത്താൽ നോക്കി 625 ആയിരിക്കും. വീണ്ടും into 5 ചെയ്ത് നോക്കി 3125 ആയിരിക്കും. അപ്പൊ 5ന്റെ ക്യൂബ് സ്ക്വയർ ഒക്കെ 5ൽ തന്നെ അവസാനിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ 11 എടുത്ത് നോക്കിയാൽ 21 ആണെന്ന് വിചാരിച്ചോ, 21 ആണ്. 21ന്റെ സ്ക്വയർ 441 ആണ്. 21ന്റെ ക്യൂബ് 9261 ആണ്. സോ 1ൽ തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. ഇപ്പൊ 1ൽ അവസാനിക്കുന്ന ഒരു നമ്പേഴ്സ് പവർ ഏതെടുത്താലും യൂണിറ്റ് പ്ലേസിൽ 1 തന്നെ ആയിരിക്കും. അങ്ങനെ 6ൽ അവസാനിക്കുന്ന ഒരു നമ്പർ, 6ൽ അവസാനിക്കുന്ന, നോക്കണം, ശ്രദ്ധിക്കണം, 6ൽ അവസാനിക്കുന്ന ഒരു നമ്പർ അതിന്റെ ഏത് പവർ എടുത്താലും 6 തന്നെ ആയിരിക്കും ലാസ്റ്റ് വരിക. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് കണ്ടോ, 6ലാണ് അവസാനിക്കുന്നത്, ഇവിടെ 5ലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് അവസാനിക്കുന്ന നമ്പർ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കണം. ഇനി 2ന്റെ കേസ്, ഈ 2ന്റെ കേസ് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഇനി അങ്ങോട്ട് ഈ 2 മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ബാക്കി ഇതൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മളെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പോൾ 2ന് അതായത് 512 raised to 79, 372 raised to 99, 722 raised to 81, അങ്ങനെ 2ൽ അവസാനിക്കുന്ന നമ്പേഴ്സ്. ഓക്കെ, 2 അവസാനിക്കുന്ന നമ്പേഴ്സ്. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഒരു 2ൽ അവസാനിക്കുന്ന ഒരു നമ്പർ ആയിരിക്കും. ഇവിടെ എത്ര ഡിജിറ്റ് ആയിക്കോട്ടെ, 2ൽ അവസാനിക്കുന്ന നമ്പർ ആയിരിക്കും, അതിനൊരു പവർ ഉണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോ നമ്മുടെ ഈ പവർ ഉണ്ടല്ലോ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പവറിനെയാണ്. ഓക്കെ, ഈ പവർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 4, അങ്ങനെ എഴുതണ്ട. ഈ പവറിനെ ഡിവൈഡ് ചെയ്യാണ്. റിമൈൻഡർ 1 ഡിവൈഡഡ് ബൈ 4 ആണ്. P ഹാസ് റിമൈൻഡർ 1 ഡിവൈഡഡ് ബൈ 4 ആണെങ്കിൽ അവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, റിമൈൻഡർ 1 ആണ് വരുന്നതെങ്കിൽ, അതായത് ഇതിന്റെ പവറിനെ ഇപ്പൊ 512 ഇതാക്കി, ഈ 79നെ ഞാൻ 4ഉം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 79നെ ഞാൻ 4ഉം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
എനിക്ക് റിമൈൻഡർ വരുന്നത് ഓക്കെ ഓക്കെ ഈ 79 ഞാൻ 4 കൊണ്ട് ചെയ്യുമ്പോൾ ഇൻ കേസ് ഇവിടെ അല്ല, ഇൻ കേസ് ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ എനിക്ക് 1 ആണ് റിമൈൻഡർ വരുന്നെങ്കിൽ ഇതിന്റെ പവർ ഇതിന്റെ ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അതായത് ഇപ്പോ 512 101. ഓക്കെ, 512 101 ആണ്. ഓക്കെ, ഇതിപ്പോ അവസാനിക്കുന്ന 2ലാണ്. ഈ 101നെ 101 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ റിമൈൻഡർ 1 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് ഇതിന്റെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് 1002 raised to 9, 782 raised to 101, 8952 raised to 13. ഇതൊക്കെ റിമൈൻഡർ 1 വരുന്നു. പവേഴ്സിനൊക്കെ റിമൈൻഡർ 1 വരുന്നതാണ്. സോ അങ്ങനെ വരുന്ന നമ്പേഴ്സിന്റെ മൊത്തം ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോറി, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. നെക്സ്റ്റ്, ഇനി ഈ പവറിനെ p divided by 4, okay, p gives remainder 2 ആണെങ്കിൽ, remainder 2 when divided by 4. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. 784 whole raised to 14 ആണെങ്കിൽ ഇതിന്റെ ആൻസറിന്റെ യൂണിറ്റ് പ്ലേസിൽ വരിക 4 ആയിരിക്കും. ഓക്കെ, അതേപോലെ p give remainder 3 when divided by 4 ആണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. എക്സാമ്പിൾ 22 whole raised to 50. ഓക്കെ, 22 whole raised to 50. അത് കഴിഞ്ഞ് നമുക്കിത് കംപ്ലീറ്റ്ലി ഡിവൈസബിൾ ആണല്ലോ. p give remainder 0 divided by 4. 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്ത് ഓർക്കണം. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ പവർ കേട്ടോ, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയ പവർ ആണെങ്കിൽ അപ്പൊ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ 252 whole raised to 400 ഒക്കെ ആണെങ്കിൽ 400 ഒക്കെ 4 ഡിവൈസ് ആവുമല്ലോ. അങ്ങനെ 2ൽ അവസാനിക്കുന്ന കുറച്ച് 4 കേസസ് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ ഒന്ന് ഷോർട്ടായിട്ട് എഴുതാം. ലാസ്റ്റ് ഡിജിറ്റ്, കണ്ടീഷൻ. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ്, ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് റിമൈൻഡർ 1 ആണെങ്കിൽ റിമൈൻഡർ 1 വെൻ p-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. ഇനി റിമൈൻഡർ 2 ആണെങ്കിൽ റിമൈൻഡർ 2 ആണെങ്കിൽ
ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. റിമൈൻഡർ 3 ആണെങ്കിൽ അതായത് പവറിനെയാണ് കേട്ടോ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇത് 2ൽ അവസാനിക്കുന്ന കേസസ് ആണ്. 2ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ കേസസ് മാത്രമാണ്. അപ്പോൾ റിമൈൻഡർ 3 ആണ് വരുന്നത് പവറിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. ഓക്കെ, റിമൈൻഡർ 0 ആണെങ്കിൽ, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ, ബൈ 4 ആണെങ്കിൽ 6 ആയിരിക്കും. ഓക്കെ, 2 4 8 6 എന്നൊരു ഫോർമാറ്റ് ആയിരിക്കും. ഓർത്ത് വയ്ക്കുക 1 2 3 0. ഓക്കെ, 1 2 3 0 2 4 8 6. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇപ്പൊ നമ്മള് 8, അതായത് 8ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് 298, 7458, അതിന്റെ പവേഴ്സ് വരുമ്പോൾ 576, 789 അങ്ങനെയൊക്കെ വരുന്ന നമ്പേഴ്സ്. സോ അങ്ങനെയൊക്കെ വരുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ ഡിവൈഡഡ് ബൈ 4 തന്നെ ചെയ്യാം. പക്ഷെ ചെറിയൊരു ലാസ്റ്റ് ഡിജിറ്റ് യൂണിറ്റ് പ്ലേസ് കണ്ടീഷൻ. ഓക്കെ, ഓക്കെ, റിമൈൻഡർ 1 ആണ്. വെൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പവറിന് 4 കൊണ്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. റിമൈൻഡർ 2 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഓക്കെ, 4 ആയിരിക്കും. റിമൈൻഡർ 3 ആണെങ്കിൽ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണെങ്കിൽ ആൻസറിന്റെ അതായത് 8ൽ അവസാനിക്കുന്ന ഒരു നമ്പറിന്റെ വലിയൊരു പവർ, അതായത് 298 4 576 ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതായത് പവറിന് 576നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്താണ് റിമൈൻഡർ വരുന്നത് നോക്കും. ഇൻ കേസ് റിമൈൻഡർ 3 ആണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും. റിമൈൻഡർ 2 ആണെങ്കിൽ 4, റിമൈൻഡർ 1 ആണ്. ഇനിയിപ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഓക്കെ, ഇനി 8ൽ അവസാനിക്കുന്നതാണ്. ഇനി 3ൽ അവസാനിക്കുമ്പോൾ ഇതേപോലെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന്, അതായത് 473 raised to 99, 7843 raised to 73, അങ്ങനത്തെ കുറെ നമ്പേഴ്സ് ആണെങ്കിൽ അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ. ഓക്കെ, റിമൈൻഡർ 1 ആണ്. റിമൈൻഡർ 1 വെൻ പവർ ഡിവൈഡഡ് ബൈ 4 റിമൈൻഡർ 1 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, റിമൈൻഡർ 2 ആണെങ്കിൽ പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 9 ആയിരിക്കും. റിമൈൻഡർ 3 ആണെങ്കിൽ പവറിനെ 4 കൊണ്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. ഇനി റിമൈൻഡർ 0, അതായത് കംപ്ലീറ്റ്ലി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പവർ ആണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, 1 ആയിരിക്കും. ഇനി 7ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് 387 raised to 333, 493, 4937 raised to 30 എന്നൊക്കെ ഇങ്ങനത്തെ 7ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ആണെങ്കിൽ
അങ്ങനെ 7ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ. അതായത് റിമൈൻഡർ 1 ആണെങ്കിൽ റിമൈൻഡർ 1 ആണെങ്കിൽ വെൻ p/4. റിമൈൻഡറിന്റെ സ്പെല്ലിങ് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ എഴുതാന്നേ ഉള്ളൂ. റിമൈൻഡർ 1 ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആയിരിക്കും. ഓക്കെ. റിമൈൻഡർ 2 ആണെങ്കിൽ 9 ആയിരിക്കും. ഓക്കെ. റിമൈൻഡർ 3 ആണെങ്കിൽ പവറിനെയാണ് കേട്ടോ, പവറിനെയാണ്, ആ നമ്പറിനെ അല്ല നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, പവറിനെയാണ്. ഓക്കെ, പവറിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ 3 ആണ് വരിക. റിമൈൻഡർ 3 ആണെങ്കിൽ 3 ആണ് വരിക. ഇനി റിമൈൻഡർ 0 ആവുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് വരെ 1 ആയിരിക്കും. ഓക്കെ. അപ്പോൾ 7ഉം 3ഉം 2ഉം 8ഉം 2 8 3 7 ഇത് മൂന്നും ഏകദേശം നമ്മൾ 4നെയും കൂടി ഡിവൈഡ് ചെയ്ത് വെച്ച് നോക്കണം. പിന്നെ 1ഉം 6ഉം 7ഉം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 1ൽ അവസാനിപ്പിച്ച ലാസ്റ്റ് 1 ആയിരിക്കും. 6 ആണെങ്കിൽ 6 ആയിരിക്കും. 5 ആണെങ്കിൽ 5 ആയിരിക്കും. ഇനി വരുന്ന രണ്ട് സ്പെഷ്യൽ കേസസ് 9ഉം 4ഉം ആണ്. സോ 9ഉം 4 എങ്ങനെയാ വെച്ചാൽ അപ്പോൾ 389 9ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് raised to 756 7989 raised to 557. സോ അങ്ങനത്തെ നമ്പേഴ്സ്, അതായത് 9ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എങ്ങനെയാ വെച്ചാൽ കണ്ടീഷൻ പവർ ഓഡ് ആണെങ്കിൽ 9 ആയിരിക്കും. പവർ ഈവൻ ആണെങ്കിൽ 1 ആയിരിക്കും. അത്രേ ഉള്ളൂ. ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ഇപ്പോ 9ൽ അവസാനിക്കുന്നത് ഒരു ഓഡ് നമ്പറിലാണെങ്കിൽ, അതായത് 389 raised to 756 ആണല്ലോ. അപ്പോൾ 56 ഇവിടെ ഒരു ഈവൻ നമ്പർ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 57 ഓഡ് നമ്പർ ആണ്, 9 ആയിരിക്കും. ഓക്കെ, 9 ആയിരിക്കും. പവർ ഓടാണോ ഈവൻ ആണോ നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 9ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ആണ്. 4ലും അതേ കേസ് തന്നെയാണ്. 144 raised to 572 ആണ്. 934 raised to 61 അങ്ങനെയൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടീഷൻ. ഇവിടെ പവർ ഓടാണ് നോക്കിയാൽ മതി. ഇവിടെ പവർ ഓടാണെങ്കിൽ ഇവിടെ 4 ആണ് വരിക. പവർ ഈവൻ ആണെങ്കിൽ 6 ആയിരിക്കും വരിക. അത്രേ ഉള്ളൂ വ്യത്യാസം. പവർ ഓടാണെങ്കിൽ 4 ആണ്, പവർ ഈവൻ ആണെങ്കിൽ 6 ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ എല്ലാ നമ്പേഴ്സും ആയി. പിന്നെ 0ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് എപ്പോഴും ലാസ്റ്റ് ഡിജിറ്റ് 0 തന്നെ ആയിരിക്കും. 0ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഇതൊക്കെ എൻഡിങ് നമ്പേഴ്സ് ആണ് കേട്ടോ. ഇതൊക്കെ എൻഡിങ് ആണ്, അല്ലാതെ സ്റ്റാർട്ടിങ് അല്ല. എൻഡിങ് 4, എൻഡിങ് 9 ആണെങ്കിൽ, എൻഡിങ് 7 ആണെങ്കിൽ, എൻഡിങ് 3 ആണെങ്കിൽ, എൻഡിങ് 8 ആണെങ്കിൽ, എൻഡിങ് 2 ആണെങ്കിൽ, എൻഡിങ് 1 ആണെങ്കിൽ, എൻഡിങ് 6 ആണെങ്കിൽ, എൻഡിങ് 5 ആണെങ്കിൽ. ഓക്കെ, ആ കേസസ് ആണ് ഇതൊക്കെ. ഓക്കെ, 0ൽ എന്തെങ്കിലും ഏത് നമ്പർ ആണെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് 0 തന്നെ ആയിരിക്കും. 10ഓ 10,000ഓ 20 എടുത്താലും 40 എടുത്താലും 380 എടുത്താലും അതിൻ്റെയൊക്കെ എത്ര പവർ എടുത്താലും ലാസ്റ്റ് യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. ഓക്കെ, ഒരു പ്രോബ്ലം വരച്ച് നോക്കാം, ഒരു എക്സസൈസ് പോലെ.
what is the unit place of 2148 whole raised to 27. 8ൽ അവസാനിക്കുന്നതാണ് അല്ലേ? 8ൽ അവസാനിക്കും. അപ്പൊ പവറിനെ നമ്മൾ 27 ഡിവൈഡഡ് ബൈ 4 ചെയ്തു. അപ്പോ റിമൈൻഡർ 3 കിട്ടി. അപ്പൊ യൂണിറ്റ് പ്ലേസിൽ ഉണ്ടാവുക 2 ആയിരിക്കും. ഓക്കെ, 8ൻ്റെതാണല്ലോ, യൂണിറ്റ് പ്ലേസിൽ 2 ആയിരിക്കും. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. എന്നിട്ട് മേലത്തെ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു പവർ, നമ്മൾ എന്തെങ്കിലും എക്സ്പൊണൻഷ്യൽസ് പഠിച്ചുകൊണ്ട് അതിന്റെ ടൈപ്പ് ആണ്. ഇഫ് എ എക്സ് ഈക്വൽ ടു ബി ആണ്, ബി വൈ ഈക്വൽ ടു സി ആണെങ്കിൽ, സി സെഡ് ഈക്വൽ ടു എ ആണെങ്കിൽ, ദെൻ എക്സ് വൈ സെഡ് എന്താണെന്ന് ചോദിച്ചിരിക്കും. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട് എ എക്സ് എന്ന് പറയുന്നത് ബി ആണ് തന്നിട്ടുണ്ട്, ബി വൈ എന്ന് പറയുന്നത് സി ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബി വൈയിലേക്ക് ബിയിലേക്ക് ഈ എ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, കാരണം എ എക്സ് ഇസ് ഇക്വൽ ടു ബി എന്നാണല്ലോ. അപ്പോ നമ്മൾ എന്താവും, എ റേസ് ടു എക്സ് ഹോൾ റേസ് ടു വൈ ഈക്വൽ ടു സി. അതായത് എ റേസ് ടു എക്സ് വൈ ഈക്വൽ ടു സി എന്ന് കിട്ടി. ഓക്കെ, അത് വേറെ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്, സി റേസ് ടു സെഡ് എന്ന് പറയുന്നത് എ ആണ് തന്നിട്ട്. ഓക്കെ, സി റേസ് ടു സെഡ് എന്ന് പറയുന്നത് എ ആണ് തന്നിട്ടുണ്ട്. നമുക്ക് സി എന്ന് പറയുന്നത് എ റേസ് ടു എക്സ് വൈ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, എ റേസ് ടു എക്സ് വൈ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ റേസ് ടു എക്സ് വൈ ഹോൾ റേസ് ടു സെഡ് ഈക്വൽ ടു എ എന്ന്. അപ്പൊ സെഡിന് ഉള്ളിൽ നമുക്ക് എടുത്താൽ എ റേസ് ടു എക്സ് വൈ സെഡ് ഈക്വൽ ടു എ എന്നായിരിക്കും. അതായത് എ റേസ് ടു 1 ഉണ്ട് എന്നാണ് ഇവിടെ അർത്ഥം അല്ലെ, 1 ഉണ്ട് എന്നാണ് ഇവിടെ അർത്ഥം. എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവുകയും ചെയ്തേക്കള്. ഓക്കെ, നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവുക ചെയ്തിട്ടുള്ളത്. എക്സിലേക്ക് ബി, എന്നിട്ട് എക്സ് ഇസ് ഇക്വൽ ടു ബി എന്നത് ബി റേസ് ടു വൈയിൽ ആ ബിയിൽ എ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് സി എഴുതി. എന്നിട്ട് അതാണ് നമ്മൾ എ എക്സ് വൈ ഈക്വൽ ടു സി എന്നായത്. എന്നിട്ട് സീന്റെ അവിടെ എ റേസ് ടു എക്സ് വൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് അത് എ റേസ് ടു എക്സ് വൈ സെഡ് ഈക്വൽ ടു ഏതായി, അപ്പൊ എക്സ് വൈ സെഡ് ഈക്വൽ ടു. ഓക്കെ, ഇവിടെ നമ്മള് ഇതാണ് ഇക്വേറ്റ് ചെയ്തത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ ഒരു പവർ എന്ന് പറയുമ്പോ എക്സ് റേസ് ടു 1/2 എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ്. ഓക്കെ, അപ്പൊ റൂട്ട് വരുന്നതും എക്സ്പൊണൻഷ്യലിൽ വരുന്നൊരു ഏരിയ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഇത് വളരെ എന്താ പറയാ, നമ്മുടെ ഒരു റൂട്ടും അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക്സ് ടൈപ്പ് അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ ടു 4 ആണെങ്കിൽ ഫൈൻഡ് എക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം റൂട്ട് ഓഫ് 6 പ്ലസ് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4 ആണെന്ന് അറിയാം. അപ്പൊ 6 പ്ലസ് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ഇതെന്താവും, 16 ആവും അല്ലെ, 16 ആവുമല്ലോ. അപ്പൊ 16 ഈക്വൽ ടു, കാരണം ഇവിടെ 4 ആണ്, റൂട്ട് വൈ ഈക്വൽ ടു 4 ആണെങ്കിൽ വൈ ഈക്വൽ ടു 4 സ്ക്വയർ ആണല്ലോ, ആ ഒരു കോൺസെപ്റ്റ്.
അപ്പോൾ 16 ഈക്വൽ ടു 6 പ്ലസ് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് ആണ്. അപ്പോൾ ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 16 മൈനസ് 6 ആണ്. അതായത് ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പോൾ 10 ക്യൂബിക് റൂട്ടായി കിട്ടണമെങ്കിൽ എന്താണ്? 10,000 ആണ്. എക്സ് 10,000 ആണ്. എക്സ് ഇസ് ഇക്വൽ ടു 1000. ഓക്കെ, എക്സ് ഇസ് ഇക്വൽ ടു 1000. ഓക്കെ, സോറി, ചെറിയൊരു കോൾഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചു. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻഡ് വിച്ച് ഈസ് ലാർജസ്റ്റ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 raised to 120 ഓർ 3 raised to 90 ഇതിൽ ഏതാണ് ലാർജസ്റ്റ് വാല്യൂ എന്നാണ്. നമുക്കത് എന്താ പറയുക, നമുക്ക് വാല്യൂസ് ഇത് ഇരുന്ന് ഇൻഡു ചെയ്തിട്ടൊന്നും നമുക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്നല്ലെങ്കിൽ മേലത്തെ പവർ ഒരേപോലെ ആക്കുക. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ പവർ അല്ലെങ്കിൽ ബേസ് ഒരേപോലെ ആക്കുക. അപ്പോഴും നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് 120 90 ഏകദേശം 120 ഏകദേശം നമുക്കറിയാൻ പറ്റും ഒരു 3ന്റെ മൾട്ടിപ്പിൾസ്, അതായത് 30 മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 2 raised to 4 into 13 ഇതിനെ എഴുതാൻ പറ്റും. 3 into 13 3 raised to. ഓക്കെ, 2 raised to 4 എന്താ? 16 ആണ്. അപ്പൊ 16 raised to 13 എഴുതാൻ പറ്റും. 3 raised to 3 എന്താണ്? 27 ആണ്. 27 raised to 13. ഇതിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലാർജസ്റ്റ് 27 ആണ് കിട്ടി. 27 raised to 30 അല്ലേ 16 raised to 13 വലുതാവുക. സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ടെസ്റ്റ് സിമ്പിളായിട്ട് നമ്മളിപ്പോൾ പവർ ഒരേപോലെ ആക്കുകയും ചെയ്തു. ഇനി ബേസ് ഒരേപോലെ ആക്കുന്ന ടൈപ്പും വരും. ഓക്കെ, ബേസ് ഒരേപോലെ ആക്കുന്ന ടൈപ്പും വരാൻ ചാൻസ് ഉണ്ട്. 2ഉം 4 ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് 2നെ വേണമെങ്കിൽ 4 ആക്കിയിട്ട് പവറിന് പിന്നെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോ അങ്ങനത്തെ ഒക്കെ വരും. അപ്പോൾ ഒന്നല്ലെങ്കിൽ ബേസ് ഒരേപോലെ ആക്കുക, അല്ലെങ്കിൽ പവർ ഒരേപോലെ ആക്കുക. ഇവിടെ നമ്മൾ പവർ ഒരേപോലെ ആക്കുക ചെയ്തു. സോ ഇതാണ് ഇപ്പോൾ എക്സ്പെറൻഷ്യലിലുള്ളത്. പിന്നെ ഇതൊക്കെ ഓർത്ത് വെക്കണം, അതാണ് മെയിൻ. അതായത് ഡിജിറ്റിന്റെ ഈ ഇതെല്ലാം ഓർത്ത് വെക്കണം. സോ വേറൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിന്റെ വലിയൊരു പവർ ചോദിച്ചിട്ട് അതിന്റെ യൂണിറ്റ് പ്ലേസിൽ എന്താന്ന് ചോദിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ട്രിക്ക്. ഓക്കെ, താങ്ക് യു.